നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അമേരിക്കയിൽ അധികാരത്തിലെത്തിയ അന്നു മുതൽ തന്റെ തീരുമാനങ്ങൾ കൊണ്ട് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ നിമിഷം മുതൽ എടുത്ത തീരുമാനങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത്. അപ്രതീക്ഷിതമായ നീക്കങ്ങളിലൂടെ ലോകത്തെ വിസ്മയിപ്പിക്കുകയും പലപ്പോഴും ആശങ്കയിലാഴ്ത്തുകയും ചെയ്തു. പരമ്പരാഗത രാഷ്ട്രീയ രീതികളെ പാടെ നിരാകരിച്ചുകൊണ്ട് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിലൂടെ ലോകത്തെ ഞെട്ടിച്ച ഭരണാധികാരിയാണ് ട്രംപ് എന്ന് എടുത്തു പറയണം. അധികാരമേറ്റ ആദ്യ നാൾ മുതൽ അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നുള്ള പിന്മാറ്റവും കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങളും അദ്ദേഹത്തെ വാർത്തകളിൽ നിറച്ചു നിർത്തി. നയതന്ത്രത്തെക്കാൾ ഉപരിയായി ഒരു ബിസിനസ്സുകാരന്റെ കൃത്യതയോടുകൂടി തീരുമാനങ്ങൾ നടപ്പിലാക്കിയ ട്രംപ് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള നിലവിലെ ബന്ധങ്ങളെ പുനർനിർവചിച്ചു. സൗഹൃദ രാജ്യങ്ങളെ പോലും അമ്പരപ്പിച്ച അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും ആഗോള രാഷ്ട്രീയ ക്രമത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിട്ടത്. നമ്മൾ കണ്ടതാണ്, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചതും ഇറാൻ പ്രത്യാക്രമണം എന്ന നിലയിലേക്ക് GCC രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ ആകമാനം ആക്രമണങ്ങൾ നടത്തിയതുമെല്ലാം. ഇത് മിഡിൽ ഈസ്റ്റ് കൂടുതൽ സംഘർഷഭരിതമാകാൻ കാരണമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രംപിന്റെ അടുത്തൊരു പ്രസ്താവന വരുന്നത്. ട്രംപിന്റെ അടുത്ത ലക്ഷ്യം മറ്റൊരു രാജ്യമാണ്, അത് ക്യൂബയാണ്. ലോകത്തെ മുൻമുന്നയിൽ നിർത്തുന്ന പ്രസ്താവനകളുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എപ്പോഴും രംഗപ്രവേശനം ചെയ്യാറുണ്ട്. ഇറാനിലെ US സൈനിക നടപടികൾ പൂർത്തിയാക്കിയാലുടൻ ക്യൂബയെ ഏറ്റെടുക്കാനുള്ള പദ്ധതി തന്റെ പക്കലുണ്ടെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പ്രകമ്പനം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. വൈറ്റ് ഹൗസിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹം ഈ വിവാദപരമായ മുന്നറിയിപ്പ് നൽകിയത്. ഇറാനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് തന്റെ പ്രഥമ പരിഗണനയെന്നും അതിനുശേഷം ക്യൂബയിലേക്ക് ശ്രദ്ധ തിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. അമേരിക്കയുടെ അയൽരാജ്യമായ ക്യൂബയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്ന ട്രംപിന്റെ ഈ നീക്കം ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റാൻ പോകുന്ന ഒന്നുകൂടിയാണ്. ക്യൂബയെ താൻ സൗഹൃദപരമായി ഏറ്റെടുക്കും എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇത് സൈനിക അധിനിവേശമാണോ അതോ ഭരണമാറ്റമാണോ എന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വെനസ്വേലയിൽ US നടത്തിയ സൈനിക ഓപ്പറേഷനെ തുടർന്ന് ക്യൂബയിലേക്കുള്ള എണ്ണ വിതരണം നിലച്ചത് രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. തങ്ങളുടെ ഇന്ധനത്തിന്റെ 1/3 വെനസ്വേലയിൽ നിന്ന് വാങ്ങിയിരുന്ന ക്യൂബയിൽ ഇപ്പോൾ ദിവസം 20 മണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് വിവരം. ദശാബ്ദങ്ങളായി തുടരുന്ന US ഉപരോധത്തിന് പുറമെ പുതിയ ഊർജ പ്രതിസന്ധി കൂടി വന്നതോടെ ക്യൂബൻ സമ്പദ്വ്യവസ്ഥ പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണ്. ഇത് രാജ്യത്തിനകത്ത് ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഒരുപക്ഷെ കാരണമായേക്കാം. ഒരേ സമയം രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ, അതായത് ഇറാനിലും ക്യൂബയിലും സ്വാധീനം ഉറപ്പിക്കാനുള്ള ട്രംപിന്റെ നീക്കം USന്റെ ആഗോള നയതന്ത്രത്തിലെ വലിയൊരു ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇറാനിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറയുമ്പോഴും മറ്റൊരു തലത്തിൽ പുതിയൊരു പോർമുഖം തുറക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. ക്യൂബയിലെ ആഭ്യന്തര പ്രതിസന്ധികളാണ് ഇപ്പോൾ ട്രംപ് മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അനുകൂല ഭരണത്തെ പ്രതിഷ്ഠിക്കാനുള്ള മറ്റൊരു നീക്കമായി നമുക്കിത് കാണാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ വൈകാതെ തന്നെ ക്യൂബയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ആ സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതിന് നമുക്ക് മുന്നിലുള്ള മറ്റൊരു ഉദാഹരണമാണ് വെനസ്വേലയിൽ സംഭവിച്ച കാര്യങ്ങൾ. എന്തായാലും ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ട്രംപിന്റെ ഏറ്റെടുക്കൽ എന്ന വാക്കിലെ യഥാർത്ഥ അർത്ഥം എന്താണെന്നും അത് ലോകസമാധാനത്തെ എങ്ങനെ ബാധിക്കുമെന്നും വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. ക്യൂബയെ ഏറ്റെടുക്കുമ്പോൾ അവിടെയുള്ള സാധാരണക്കാരായ പൗരന്മാരുടെ മനുഷ്യാവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെടും എന്നൊരു വലിയ ചോദ്യവുമുണ്ട്. ഉപരോധങ്ങളും ഭരണമാറ്റ ശ്രമങ്ങളും എപ്പോഴും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെ തന്നെയാണ്. അതൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടിയാണ്. എന്തായാലും ഇറാന്റെ പുറകെ ക്യൂബയെയും ട്രംപ് കണ്ണുവെച്ചിരിക്കുകയാണ്. ക്യൂബയിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രവചനാതീതം തന്നെയാണ്. കാര്യം ഡൊണാൾഡ് ട്രംപ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നയങ്ങളും തീരുമാനങ്ങളും എല്ലാം പലപ്പോഴും പ്രവചനാതീതമായി തന്നെ തുടരുന്ന കാര്യങ്ങളാണ്. ട്രംപ് എന്ത്, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് ചെയ്യുമെന്ന് ആർക്കും പറയാനാവാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്.